Good afternoon, sir. Good afternoon. Myself, Salahuddin. I am from Trivandrum. My name is Ashok. I am from Pacman Missionary, Sangamali. Great. Okay, sir. Okay. ഈ ഇവിടുത്തെ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് അതുപോലെ തന്നെ സാറ് മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, സർ? തീർച്ചയായിട്ടും. ഓക്കെ. നമ്മൾ ഈ സ്ഥാപനം 2010 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. നമ്മൾ ഏകദേശം ഒരു 14 വർഷമായിട്ട് നമ്മൾ ഈ സ്ഥാപനം ഉള്ളതാണ്. നമ്മൾ മാനുഫാക്ചറാണ് മെയിനായിട്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മാനുഫാക്ചറാണ്. അങ്കമാലിയാണ് നമ്മുടെ മെയിൻ. അങ്കമാലി പുളിയനം എന്ന് പറയുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഫാക്ടറി, യൂണിറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. നമ്മൾ എല്ലാ ടൈപ്പ് മെഷീനറീസും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കോമൺലി വരുന്ന ചെറിയ പാക്കിംഗ് യൂണിറ്റ്സ് തുടങ്ങി വലിയ തോതിലുള്ള പാക്കിങ്ങും ഇപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പോൾ പിക്ചറിൽ കാണുന്ന ഈ രീതിയിലുള്ള തോതിലുള്ള വലിയ ഹെവി മെഷീൻസും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പ്രോജക്റ്റ് വർക്കുകൾ, ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രോജക്റ്റ് വർക്കുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഡായിട്ട് കസ്റ്റമറിന് മെഷീൻ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കമ്മീഷൻ ചെയ്ത് കൊടുക്കും. ആ പർട്ടിക്കുലർ സ്ഥാപനത്തിന് വേണ്ട ഏത് ടൈപ്പ് മെഷീൻസ് ആണോ അത് നമ്മൾ കസ്റ്റം ചെയ്ത് അവർക്ക് ചെയ്ത് കൊടുക്കും. അതെ, അതെങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നെ അത് കൂടാതെ ഇതൊക്കെ ഈ മെഷീനൊക്കെ എന്ന് പറയുമ്പോൾ മൾട്ടി ഹെഡ് വെയറാണ്. ഇപ്പോൾ ഈ മെഷീനൊക്കെ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷോ ചെയ്തിരിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് ഇത് പൾസസ്, അതേമാതിരി റൈസ്, അതേമാതിരി കടല, പരിപ്പ്, ഉഴുന്ന് അങ്ങനെയൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2-3 കാറ്റഗറി വരുന്നുണ്ട്. 4 ഹെഡ് സിസ്റ്റം വരുന്നുണ്ട്, 10 ഹെഡ് സിസ്റ്റം വരുന്നുണ്ട്, 14 ഹെഡ് സിസ്റ്റം വരുന്നുണ്ട്. സാർ, ഒരു ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ എന്തൊക്കെ പിന്നെ ഗ്രെയിൻസ്, പൾസസ് എന്തൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ബിക്കോസ് നമ്മൾ ഈ മെഷീൻസ് പിന്നെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന പർപ്പസിനുള്ള മെഷീൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ദേ ക്യാൻ കോൺടാക്ട് യു. ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പോൾ നമ്മൾ ഏറ്റവും ആധുനിക രീതിയിൽ നമുക്കുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന മെയിനായിട്ട് വലിയ വലിയ കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ വലിയ കമ്പനീസാണ്. ഇതെല്ലാം ഈ കമ്പനിക്കെല്ലാം നമ്മൾ ഒരുപാട് മെഷീൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനം പറയുമ്പോൾ ഏറ്റവും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനായിട്ടുള്ളത് ഹെവി എക്വിപ്മെൻ്റ് ആയിട്ടുള്ള മെഷീൻസ്, ഈ ടൈപ്പുള്ള ഹെവി മെഷീൻസ് അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ പൊതുവെ കുറവാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പറയുവാണെങ്കിൽ മിക്ക കമ്പനീസും ചെയ്യുന്നത് പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട്, ചൈനയിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 100% നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുവാണ്, നമ്മുടെ പ്ലേസിൽ തന്നെ ഉണ്ടാക്കുക. കസ്റ്റമറെ സംബന്ധിച്ചോളം ഒരു കൂണ് വളർന്ന് പൊട്ടിമുളച്ച് വലുതായി വരുന്ന, അല്ലെങ്കിൽ ഒരു മാങ്ങ നമ്മൾ ഭാവി അതിനെ മുളച്ച് വളർന്ന് പന്തലിച്ച് പൂവുണ്ടായി, കായുണ്ടായി, മാങ്ങയായി നമ്മൾ പറിക്കുന്ന രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് കസ്റ്റമർക്ക് അത് ലൈവായിട്ട് കാണാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ഫാക്ടറിയിൽ വന്നാൽ കാണാൻ പറ്റും. യെസ്. അപ്പോൾ A to Z നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് വെച്ചാൽ എല്ലാവരെയും പോലെയുള്ള ഒരു മാനുഫാക്ചറർ അല്ല നമ്മൾ. സ്പെഷ്യലി പറയുവാണെങ്കിൽ അത് നമുക്ക് അഹങ്കാരത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ നമുക്ക് അതിനുള്ള സെറ്റപ്പ് നമ്മുടെ കമ്പനിയിലുണ്ട്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, മാൻ പവർ, എല്ലാം ടെക്നോളജി എല്ലാം നമുക്കുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ MD മിസ്റ്റർ സനൽ സാറ്, അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു കസ്റ്റമർ വരുവാണെങ്കിൽ ആ കസ്റ്റമറെ സംബന്ധിച്ചോളം അയാളുടെ എന്താണോ അയാൾക്ക് സൊല്യൂഷൻ ഒന്നും അറിയാൻ പാടില്ലാണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ സൊല്യൂഷൻസും നമ്മൾ കൊടുക്കും. നമുക്ക് അതിനുള്ള നമ്മുടെ ഒരു കുടക്കീഴിൽ നമുക്ക് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പോൾ എന്താണോ എപ്പോഴാണോ ആർക്കാണോ വേണ്ടത് നമ്മുടെ എല്ലാവിധ കോൺടാക്ട്സും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് ബന്ധപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കമ്പനിയിൽ എപ്പോഴും മോസ്റ്റ് വെൽക്കം, എപ്പോഴും വരാം. അവർക്ക് നമ്മുടെ കമ്പനിയിൽ എല്ലാ സജഷൻസും ചോദിക്കാം. എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ സാർ, നമുക്കിപ്പം ഈ ഡിസ്പ്ലേയിലുള്ള മെഷീൻസിനെ കുറിച്ച് മെഷീൻസിനെ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രേക്ഷകർക്ക് ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കി മെഷീൻ വാങ്ങുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന റൈസാണ്. ഈ റൈസിന്റെ സ്ഥാനത്ത് നമുക്ക് പൾസസ് എല്ലാം പാക്ക് ചെയ്യാം. കടല, പരിപ്പ്, പയറ്, അതുകൂടാതെ ചിപ്സ് ഐറ്റംസ്, കപ്പലണ്ടി, അങ്ങനെയുള്ള എന്ത് സംഭവമാണെങ്കിലും എന്തും ചെയ്യാം. അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷീൻ ആയിരിക്കുന്നു മാത്രം. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് പിക്ക് ആൻഡ് പാക്ക് മോഡലുള്ള, അതായത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഞാനത് മുകളിലേക്ക് കയറുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശദീകരിച്ച് തരാം. താഴ്ത്തായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോർമലി വരുന്ന റോൾ ഫോർമാറ്റിലുള്ളതും അതുകൂടാതെ ഇൻഡിവിജ്വൽ പോച്ചസ് ആയിട്ട് വരുന്ന മെഷീനാണത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇൻഡിവിജ്വൽ പോച്ചസിന്റെ മെഷീനാണ് ഡൗൺ സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കവേഴ്സും മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഈ പ്രോഡക്റ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് അത് കറക്റ്റ് അളവ്, നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന 500 ഗ്രാം ആണെങ്കിൽ 500 ഗ്രാം കറക്റ്റായിട്ട് വീണ് അതിനുശേഷം അതിനെ സീൽ ചെയ്ത് കോഡ് ചെയ്ത് പുറത്തേക്ക് വരും.
വാം ഫിൽ സ്റ്റീൽ മെഷീൻ. അതെ It does everything. അതെ അതെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് റോൾ ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലെ യൂണിറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ യൂണിറ്റ് എന്ന് പറയുന്നത് റോൾ ഫോർമാറ്റിൽ വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റോളിൽ തന്നെ മുകളിലേക്ക് പോകുന്നു. ഇതിനകത്തുനിന്ന് ചിപ്സ് ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കപ്പയാണെന്ന് കരുതുക. അപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നു, നേരെ മുകളിലേക്ക് കയറുന്നു, മുകളിൽ നിന്ന് വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അത് സെൻസ് ചെയ്യുവാണ്. അതിനകത്ത് 14 ഹെഡ് 10 ഹെഡിൻ്റെയൊക്കെ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 14 അപ്പോൾ 14 ഹെഡ് ആകുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് എത്രയാണോ നമ്മൾ അളവ് ക്രമീകരിച്ചിരിക്കുന്നത്, 150 ഗ്രാം ആണെങ്കിൽ 150 ഗ്രാം അതിലേക്ക് കറക്റ്റ് സെൻസ് ചെയ്ത് നേരെ കറക്റ്റ് ആ 150 ഗ്രാം താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുന്നത് കറക്റ്റ് അളവാണ് വരുന്നത്. നേരെ വന്ന് കവറിലേക്ക് വീഴുന്നു, കവറിൽ സീൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോഡിംഗ് മെഷീൻ നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അറ്റാച്ച് ചെയ്യുന്ന ബാച്ച് നമ്പർ, മാനുഫാക്ചർ ഡേറ്റ് എല്ലാം പ്രിന്റ് ചെയ്യാനുള്ള. അതെ. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വന്നാൽ നമുക്ക് പാക്ക് ചെയ്ത് പോകും. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു 150 ഗ്രാംസ് അല്ലെങ്കിൽ 180 ഗ്രാംസ് അല്ലെങ്കിൽ 200 ഗ്രാംസ് ഡിഫറെൻറ്റ് വെറൈറ്റി നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ ഡിപ്പെൻസ് അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് സ്പീഡ് വേരി ചെയ്യും. അതായത് ഒരു 25 പാക്കറ്റ് തുടങ്ങി 50 പാക്കറ്റ് വരെ നമുക്ക് ഇതിനകത്ത് വേരി ചെയ്ത് നമുക്ക് പാക്ക് ചെയ്യാം. ഇതിൻ്റെ ഫംഗ്ഷനിങ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ഒന്ന് കാണും. സാർ, അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഹോളിലാണ് പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ആ സ്റ്റോർ ചെയ്യുന്ന ട്രേ വഴി മുകളിലേക്ക് വന്ന് ഇവിടെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ് ഈ സംഭവം. അതെ, നേരെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഡ്രോപ്പ് ചെയ്ത് നേരെ വന്ന് നമ്മൾ മൾട്ടിഹെഡ് വെയറിലേക്കാണ് വീഴുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്കാണ് വെയർ ചെയ്യുന്നത്. ഇതിനെ സെൻസ് ചെയ്യാനായിട്ട് സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസറാണ് ഇതിനെ സെൻസ് ചെയ്തിട്ട് എത്ര ഗ്രാം ആണോ നമ്മൾ ഇതിനകത്ത് ഫുൾ ടച്ച് സ്ക്രീൻ ഉണ്ട് താഴെ. ആ ടച്ച് സ്ക്രീൻ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന 150 ഗ്രാം ആണെങ്കിൽ ആ കറക്റ്റ് 150 ഗ്രാം ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഈ ഓപ്പൺ ഷട്ട്. അപ്പോൾ അത് സെൻസ് ചെയ്തിട്ട് ഏത് ഹെഡിൽ നിന്നാണോ എത്ര ഗ്രാം ആണോ പോകേണ്ടത്, 1, 2, 3 ഹെഡിൽ നിന്നായിരിക്കും ചിലപ്പോൾ കറക്റ്റ് ഡ്രോപ്പ് ആവുന്നത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ വേറെ ഹെഡായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ആണ് താഴത്തേക്ക് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടാൻ പറ്റും? ഈ മെഷീനോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് മെഷീൻസൊക്കെ അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ദി ഷോർട്ടസ്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് ഇൻ ടച്ച്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അങ്കമാലി എന്ന് പറയുന്ന ടൗണിനടുത്തായിട്ട് പുളിയനം എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശത്താണ് സിറ്റുവേറ്റ് ചെയ്തത്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഒരു 5 to 6 കിലോമീറ്റേഴ്സ് ഫ്രം അങ്കമാലി. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ പുളിയനം ജംഗ്ഷനിലാണ് നമ്മുടെ കമ്പനി. ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കമ്പനി. നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഞാൻ കോൺടാക്ട് നമ്പർ, MD യുടെ തന്നെ കോൺടാക്ട് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ 999 53 40 280. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അങ്ങനെയും ബന്ധപ്പെടാം. നമ്മളെ കോൺടാക്ട് ചെയ്താൽ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. Thank you, sir. Thank you so much. So it's a great experience. Okay, we'll meet again. Okay, thank you. Have a wonderful